വെൽക്കം ബാക്ക് ടു മാഗ്നം അക്കാഡമി. നമ്മളിന്ന് 17ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ വന്നത്, അതിൽ 3ാമത്തെ സെക്ഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സെക്ഷൻ 17.3 നെഹ്റു ഈസ് ബോത്ത് പ്ലീസ്ഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് മോഡേൺ ഇന്ത്യ. ശരിക്കും മോഡേൺ ഇന്ത്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നെഹ്റു അതിൽ സന്തോഷിക്കുന്നുമുണ്ട്, അതേ കാര്യം തന്നെ നെഹ്റുവെ സങ്കടപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ വാട്ട് പ്ലീസസ് ഹിം ആൻഡ് വാട്ട് ആർ ഹിസ് ഫിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തുന്നതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്നതും അപ്പം നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇന്ത്യ ടുഡേ പ്രസൻസ് എ വെരി മിക്സഡ് പിക്ചർ ഓഫ് ഹോപ്പ് ആൻഡ് ആങ്ക്വിഷ് ഓഫ് റിമാർക്കബിൾ അഡ്വാൻസസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓഫ് ഇനേർഷ്യ ഓഫ് എ ന്യൂ സ്പിരിറ്റ് ആൻഡ് also the dead hand of past and privileges of an overall and growing unity and many disruptive tendencies. Withal there is a great vitality and ferment in people's minds and activities. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചോളം എന്താണ്, നമുക്ക് ഒരുപാട് അഡ്വാൻസസ് പ്രയോജനങ്ങളും ഉണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഒരു ടൈം ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വമാണ്, അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയൊരു സന്തോഷമുണ്ട്, അതേസമയം തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കാലത്തിൻ്റെ ആ ഒരു ദുഃഖവും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം പെട്ടെന്നൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പെട്ടെന്നത് റിക്കവർ ചെയ്യില്ല. നമുക്ക് ആ പനി മാറി 1-2 ദിവസം എടുക്കും. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ആ പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് അത്രയും കാലം അനുഭവിച്ച ആ കഷ്ടപ്പാടിൽ നിന്ന് അവർക്ക് ഒന്ന് മുക്തരാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അവർക്ക്. അപ്പോൾ അതേപോലെ നമ്മളിലേക്ക് എത്തിയ ഒരു പനിയാണ് ശരിക്കും കോളനൈസേഷൻ. അപ്പോൾ അവർ നമ്മളെ വിട്ട് പോയപ്പോൾ നമുക്കുണ്ടായ ആ പ്രശ്നങ്ങളോ അവരൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓരോ ആൾക്കാർ എങ്ങനെ അവരുടെ മനസ്സിലേക്ക് യൂണിറ്റി ഒത്തൊരുമ കൊണ്ടുവരാം എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പം ഇത്രയും ലക്ഷം ആൾക്കാരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ശരിക്കും നെഹ്റുയുടെ മനസ്സിലുണ്ട്. It is a remarkable thing that a country and a people rooted in this remote past, who have shown so much resistance to change in the past, should now be marching forward rapidly and with resolute steps. അപ്പോൾ റിമോട്ട് പാസ്റ്റ് ഒരുപാട് കാലം മുന്നെയാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ജനങ്ങളെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വാട്ട് വിൽ എമേർജ് ഫ്രം ദ ലേബർ ആൻഡ് ദ ടെമൽസ് ഓഫ് ദ പ്രസൻറ്റ് ജനറേഷൻ. അപ്പോൾ അവരെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ എങ്ങനെയാണ് അതൊക്കെ പരിഹരിക്കുക, ഇപ്പോൾ ഉണ്ടാകുന്ന ജനറേഷനൊക്കെ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹരിക്കാം. I cannot say what tomorrow's India will be like. I can only express my hope and wishes. അപ്പോൾ നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കെൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും ജനങ്ങളുണ്ട്, ഇത്രയും നാട്ടുരാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നാളത്തെ ഇന്ത്യ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. I want India to advance on the material plane to fulfill her 5-year plans to raise the standard of living of her vast population. അപ്പോൾ നമുക്കുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ എങ്ങനെ വേണം, പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാനായിട്ട്, അതായത് പഞ്ചവത്സര പദ്ധതികളിലൂടെ വേണം നമ്മൾ നടപ്പിലാക്കാൻ. I want the narrow conflicts of today in the same of the religion or caste, language or province to cease, and a classless and a casteless society to be built up where every individual has full opportunity to grow according to his worth and ability. അപ്പോൾ കാസ്റ്റിൻ്റെ പേരിലോ റിലീജിയൻ്റെ പേരിലോ ലാംഗ്വേജിൻ്റെ പേരിലോ എല്ലാ പ്രശ്നങ്ങളും നിർത്തണം. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു ഇന്ത്യയാണ് വേണ്ടത്, കാസ്റ്റ്ലെസ് ആയിട്ടുള്ള അതുപോലെ ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളുള്ള, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. In particular, I hope that the curse of caste will be ended, for there is neither democracy nor socialism on the basis of caste. അപ്പോൾ ജാതി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇവിടെ തുടച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഡെമോക്രസി ഉണ്ടാവില്ല, സോഷ്യലിസം ഉണ്ടാവില്ല. അതായത് കാസ്റ്റിൻ്റെ ബേസിൽ ഡെമോക്രസി ഉണ്ടാവില്ല, കാസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് സോഷ്യലിസം പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ മുന്നിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ, ഒരു നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ച്. സോ എ സ്പീച്ച് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇനി നമുക്ക് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 17.3
The table below represents the two opposing trends that coexist in modern India. And അപ്പോൾ reread the section to fill in the blanks in the table. അപ്പോൾ മോഡേൺ ഇന്ത്യയിലുള്ള പോസിറ്റീവ് ട്രെൻഡ്സും നെഗറ്റീവ് ട്രെൻഡ്സുമാണ് ചോദിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ട്രെൻഡ്സിൽ ഹോപ്പ്, റിമാർക്കബിൾ അഡ്വാൻസസ്, അതുപോലെ അഡോപ്റ്റ് എ ന്യൂ സ്പിരിറ്റ്, അതാണ് അതിൻ്റെ താഴെ എഴുതേണ്ടത്. റിമാർക്കബിൾ അഡ്വാൻസസും അഡോപ്റ്റ് എ ന്യൂ സ്പിരിറ്റ്സും. ഇനി നെഗറ്റീവ് ട്രെൻഡ്സിൽ ആംഗ്വിഷ് എഴുതുക, ANGUISH, അതുപോലെ മെനി ഡിസ്റപ്റ്റീവ് ടെൻഡൻസീസും എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബ്രീഫ്ലി. വാട്ട് ഡസ് നെഹ്റു ഫൈൻഡ് മോർ റിമാർക്കബിൾ അബൌട്ട് പീപ്പിൾ നൗ? എന്താണ് നെഹ്റു ഫൈൻഡ് ഇറ്റ്സ് റിമാർക്കബിൾ ദാറ്റ് പീപ്പിൾ ഹു refused to change in the past are now marching forward with speed and determination. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെഹ്റൂസ് വിഷൻ ഓഫ് ഇന്ത്യ ഇൻ ഫ്യൂച്ചർ? നെഹ്റുവിൻ്റെ വിഷൻ എന്താണ്? ഈസ് പ്രോസ്പെറസ് ഇന്ത്യയാണ്, മെറ്റീരിയൽ പ്രോഗ്രസ് ഓഫ് എ വാസ്റ്റ് പോപ്പുലേഷൻ. പിന്നെ അതുപോലെ ഹി ഓൾസോ ഹോപ്സ് ദാറ്റ് കോൺഫ്ലിക്ട്സ് ദാറ്റ് ടേക്ക് പീപ്പിൾ ഇൻ നെയിം ഓഫ് റിലീജിയൻ, കാസ്റ്റ്, പിന്നെ അതുപോലെ റീജിയൻ, അതൊക്കെ നിർത്തണം. പിന്നെ ഈ കാസ്റ്റ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്ലെസ് ആയിട്ടുള്ള സൊസൈറ്റീനൊക്കെ മാറ്റി ഡെമോക്രസിയും സോഷ്യലിസം ഒക്കെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് നെഹ്റുവിൻ്റെ ഇത്. ചൂസ് ദ വേർഡ് ഫ്രം ദ ലിസ്റ്റ് ബിലോ ടു ഡിസ്ക്രൈബ് ദ മൂഡ് ഓഫ് നെഹ്റു സ്പീച്ച്. അപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് എന്താണ്? ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ തോട്ട്ഫുള്ളാണ്. ഇതിൽ നെഹ്റുവിൻ്റെ സ്പീച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന മൂഡൊക്കെയാണ് ഇതിൽ നിന്ന് കണ്ടെത്തുന്നത്. ആൻസേഴ്സ് തോട്ട്ഫുൾ ഉണ്ട്, ഓപ്റ്റിമിസ്റ്റിക് ഉണ്ട്, ബാലൻസ്ഡ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ യു ടെൽ അബൌട്ട് ദ ടൈംസ് ഇൻ വിച്ച് നെഹ്റു മെയ്ഡ് ഹിസ് സ്പീച്ച്? അപ്പോൾ നെഹ്റു സ്പീച്ച് വരുന്ന സമയത്ത് കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? There were times of confusion and conflict among Indians on the basis of caste, religion and region. കാസ്റ്റിൻ്റെ റീജിയൻ്റെ എല്ലാം ബേസിസിൽ അവിടെ ഫുൾ കൺഫ്യൂഷനും അതുപോലെ കോൺഫ്ലിക്റ്റ് കുഴപ്പമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി ലേൺ അബൌട്ട് നെഹ്റു ഫ്രം ഹിസ് സ്പീച്ച്? ആ സ്പീച്ചിലൂടെ നമുക്ക് എന്താണ് നെഹ്റുവിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്? എന്താണ്? നെഹ്റു ഹാസ് എ ഡീപ്പ് നോളജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച്, ഇന്ത്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് നെഹ്റുവിന് നല്ല വിവരമുണ്ട്. ഹി അപ്പിയേഴ്സ് ടു ബി കൺസേൺഡ് ആൻഡ് ഡസ് നോട്ട് സ്പീക്ക് ഇൻ ലാംഗ്വേജ് ഓഫ് ഹേറ്റഡ് ഓർ ആങ്കർ. ആൻഡ് ദേഷ്യത്തോടെയുള്ളൊരു സംസാരം നല്ലൊരു സംസാരം തന്നെയാണ്. ഹീസ് എ മാൻ ഓഫ് സയൻസ് ആൻഡ് ഹാസ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശരിക്കും മാൻ ഓഫ് സയൻസ് ആണ്. അപ്പോൾ ഈ സയൻസിനെയും ടെക്നോളജിയിലൊക്കെ നല്ലൊരു വിശ്വാസം ഇദ്ദേഹം പുലർത്തിയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഇറ്റ് അബൌട്ട് 5 sentences നെഹ്റൂസ് വിഷൻ ഓഫ് ഫ്യൂച്ചർ ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് ഈ നെഹ്റുവിൻ്റെ വിഷനിലൊരു ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാസ്റ്റിനെ കുറിച്ചും മറ്റേ കളറിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ലാംഗ്വേജിനെ കുറിച്ചിട്ടായിക്കോട്ടെ, റീജിയൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് എല്ലാവരും ഡെമോക്രാറ്റിക്കായിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന സോഷ്യലിസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ക്ലാസ്ലെസ്സും കാസ്റ്റ്ലെസ്സും ഇല്ലാത്തൊരു ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി ആയിട്ട് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടത്. ഇതാണ് ഈ 17ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.